ബഹുമാന്യരെ, വേദിയിലും സദസ്സുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും. ലേൺ ദി ഖുർആൻ സെഷൻ നമുക്കറിയാം, കഴിഞ്ഞ നീണ്ട 16 വർഷങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ എവിടെയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തുടർച്ചയായി നടത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഏറെ മഹത്തരമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ പക്കലുണ്ടായിട്ട് പോലും അതിൽ നിന്നൊക്കെ വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് തികച്ചും തെറ്റായ മാർഗത്തിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ജീവിച്ചു വരുന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യം നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതലുള്ളൊരു സമുദായമാണ് ഇസ്ലാമിക സമുദായം. നിർഭാഗ്യവശാൽ അതേ ഇസ്ലാമിക സമുദായത്തിൽ തന്നെയാണ് ഏറ്റവും അധികം പൗരോഹിത്യം ഏറ്റവും ശക്തമായി നടന്നു വരുന്നതും. മഹാഭൂരിപക്ഷം നിർഭാഗ്യവശാൽ അതിൻ്റെ പിറകിലാണ് താൻ. ആ ഒരു ഘട്ടത്തിലാണ് മഹത്തായ ചിന്തയുമാണ് എന്താണ് ഇസ്ലാം, എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളീയ സമൂഹത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനം ഉദയം കൊണ്ടത്. നമ്മുടെ പൂർവിക സൂരികൾ, നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ ഭൗതികമായ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാരത്രിക ജീവിതം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് രംഗത്തിറങ്ങുകയും എല്ലാം സഹിച്ചുകൊണ്ടവർ ഹിദായത്ത്, നേർമാർഗത്തിൽ വേണ്ടി, തൗഹീദിന് വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഓരോ പുരോഗമനപരമായ ചിന്തയും നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളും എന്ന് പറയാതെ വയ്യ. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതകൾ? ഒരു പുരോഹിതനുണ്ട് നമ്മോടൊപ്പം, അദ്ദേഹം പറയുകയാണ്, ഇതായി പ്രവാചകൻ്റെ കേശമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല, വ്യാപാരമാണ് ഉദ്ദേശിക്കുന്നത്, വഞ്ചനയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ സമൂഹത്തെ ഒരു പ്രത്യേക കൊമേഴ്ഷ്യൽ സെൻറ്ററിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ സ്വന്തം പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കപടം, അതാണ് ആ പണ്ഡിതൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ പുതിയ യുവതലമുറ അത് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇപ്പോഴിത് അദ്ദേഹം തന്നെ മറ്റു ചിലതുമായി രംഗത്ത് വരുന്നു. പ്രവാചകൻ്റെ തോപ്, പ്രവാചകൻ്റെ വാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിലൊന്നും നമ്മൾ വീണു പോകരുത്. അതുപോലെ നമ്മുടെ സഹോദരിമാർ, അവർ അമുസ്ലിം സഹോദരങ്ങളുടെ കള്ളദൈവങ്ങളെ സമീപിക്കുകയാണ്. അസുഖങ്ങൾ ഭേദമാകുന്നതിന് വേണ്ടി നമ്മൾ കാണുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. എന്താണ് സുഹൃത്തുക്കളെ ഇത്? വിദ്യാഭ്യാസമുള്ള യഥാർത്ഥ ഇസ്ലാമിക വേഷം ധരിച്ച നമ്മുടെ സഹോദരിമാർ പോവുകയാണ് കള്ളദൈവങ്ങളുടെ അടുത്തേക്ക്. അവർ മാത്രമുള്ള മുറികൾ അവർ കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് അവരുടെ ശവം, ആ സഹോദരിയുടെ ശവമാണ് കാണുന്നത്. അതൊരു വാർത്തയല്ലാതെ പോവുകയാണ് നമ്മുടെ സാക്ഷര കേരളത്തിനകത്ത്. പല നമ്മുടെ സഹോദരങ്ങളും തന്നെ ഗൾഫിൽ വരുന്നതിന് മുമ്പ് ഈ അന്ധവിശ്വാസത്തിൽ വീണുപോയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അവർ മനസ്സിലാക്കി. നമുക്കറിയാം, ഇതൊക്കെ ശരിയായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ദിവ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ ഉണ്ടാവേണ്ടത് എവിടെയായിരുന്നു? പ്രവാചകന്റെ സന്നിധാനത്തിലായിരുന്നു, മദീനയിലായിരുന്നു, മക്കയിലായിരുന്നു. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കണ്ടോ സഹോദരങ്ങളെ? ഈ മക്ക രാജ്യത്തിന്, ഈ സൗദി അറേബ്യക്ക് പണം ഉണ്ടാക്കാമായിരുന്നുവെങ്കിൽ അവിടെ വരില്ലായിരുന്നു ഏറ്റവും വലിയൊരു ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി? കോടികൾ സമ്പാദിക്കാമായിരുന്നില്ലേ? അത് തെറ്റാണ് എന്ന് സൗദി ഗവൺമെന്റിന്, അതുപോലെ തന്നെ ഗൾഫിലുടനീളമുള്ള ഭരണാധികാരികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഖുറാഫാത്തുകൾ, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇവിടെ അനുവദിക്കാത്തത്. ഇവിടെ എവിടെയും നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നില്ല. നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യാതെ ജീവിക്കുവാൻ വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പണ്ഡിത നാമധാരികളായ പണ്ഡിതന്മാരെ തിരിച്ചറിയുക, യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വരിക. ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വന്നവർ പോലും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട്, എതിർക്കാൻ വേണ്ടി മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ അതിനുശേഷം ഇസ്ലാമിൻ്റെ പ്രയോക്താക്കളായി ഇതിൻ്റെ തലപ്പത്ത് വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആരൊക്കെ എതിർത്താലും ശരി, ഇസ്ലാം വളരുക തന്നെയാണ് ലോകമെമ്പാടും, ഏറ്റവും അധികം പാശ്ചാത്യ രാജ്യങ്ങളിൽ. നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് മോഡി വന്നാലും ശരി, ഏത് ഫാഷിസത്തിൻ്റെ ശക്തികൾ വന്നാലും ശരി, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എതിർക്കാൻ കഴിയില്ല. അതിന് തെളിവാണ് ഹുദൈബിയ സന്ധി. ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. ഇസ്ലാമിക ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. മറ്റൊന്നും വേണ്ട നമുക്ക്. അത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ പരാജയപ്പെടുത്തുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ, യഥാർത്ഥ മതവിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മാർഗത്തിലൂടെയാണ്. ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റം, യഥാർത്ഥ മതവിശ്വാസം,
ആ മതവിശ്വാസമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണയും റിയാദ് ഇന്ത്യ മീഡിയ ഫോറത്തിൻ്റെ വോയിസ് ഓഫ് കേരള റേഡിയോയുടെ എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. നമ്മൾ യഥാർത്ഥ നന്മയിലൂടെ യഥാർത്ഥ വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പൊതുവിശ്വാസികൾ കടന്നു വരികയാണ്. ഈ മതത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ പ്രതികരിക്കുന്ന മാധ്യമങ്ങൾ പോലും ആ തെറ്റായ പ്രചരണം കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു വലിയ ശത്രുവിഭാഗമാണ് നമ്മുടെ എതിർഭാഗത്തുള്ളത്. പക്ഷേ നമ്മളാവുക, നമ്മൾ യഥാർത്ഥ വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എല്ലാവിധ പിന്തുണയും സർവശക്തൻ്റെ പിന്തുണയോടെ ഇനിയും ലേൺ ദി ഖുർആൻ സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ ആശംസകളും. അസ്സലാമു അലൈക്കും.